ഹലോ ഗെയ്സ്, ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. നമ്മൾ PRSന്റെ ഷെഡിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഇന്ന് കുറിച്ചിക്ക് ഈ ലോഡ് മൈദയുമായിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നതായിരിക്കും. ആദ്യം വണ്ടിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊസീജിയർ. കാര്യം എയർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് എയർ കയറ്റണം. പിന്നെ നമ്മൾ ടയർ ചെക്ക് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലോഡാണ്. ടയറിൻ്റെ ടെമ്പറും മറ്റു കാര്യങ്ങളും നോക്കണം. അതോടൊപ്പം തന്നെ മഴയുണ്ടായിരുന്നു ഇന്നലെ, വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ ഇല്ലയോ നോക്കണം. വെള്ളം കെട്ടിക്കിടപ്പുണ്ട്, കുറച്ചേ ഉള്ളൂ. അത് റണ്ണിങ്ങിൽ പോകാനാണ് സാധ്യത. കാര്യം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മൈദയ്ക്ക് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും മുതലാളിയുമൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. കുഴപ്പമില്ല, ഈ വെള്ളം കുഴപ്പമില്ല. വന്നപ്പോൾ തന്നെ സ്റ്റാർട്ടാക്കിയത് കൊണ്ട് എയറൊക്കെ പക്കാണ്, അടിപൊളിയാണ്. ഇനി നമുക്ക് പതുക്കെ കുറിച്ചിയിലേക്ക് ഇവിടുന്ന് പോയാൽ മതി. എനിക്ക് വലിയൊരു സങ്കടമുണ്ട്. ഇന്നലെ ഭാര്യയും മക്കളെയൊക്കെ വീട്ടിൽ കൊണ്ടൊന്ന് വിട്ടിട്ട് ഒന്ന് ഒറ്റയ്ക്കാണ് വണ്ടിയിൽ. ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്നുണ്ട് അവരില്ലാത്തതിൻ്റെ. പോട്ടെ. വണ്ടി ഇറക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മന്ദിരം കവലയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഡിവൈഡർ തുടങ്ങുന്നതിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് ഒരു റോഡ് കിടപ്പുണ്ട്. ആ റോഡ് കയറി വരുമ്പം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് ഇറക്കേണ്ട സ്ഥലം. നേരെ വീണ്ടും MC റോഡിലേക്ക് തന്നെ ഇറങ്ങുന്ന വഴിയാണ്. ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന ഐശ്വർ വണ്ടി പുറത്തേക്ക് ഇറക്കി കൊടുക്കാനുള്ള ദൗത്യം എനിക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് പുറത്തേക്ക് ഇടാം. വണ്ടി ഇറക്കിയതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കയറ്റിടാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് അവർക്ക് ഇറക്കാൻ സൗകര്യം. ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നോട്ടെത്തി ഇവിടെ നിർത്തി തെക്കും പടുതയും ഒക്കെ അഴിച്ചു മാറ്റണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെയാണോ? പടുത അഴിച്ചു കഴിയുമ്പോൾ ഏറ്റവും പുറകിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന് നമ്മൾ ഈ കാരിയറിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് മടക്കി വെച്ച് ഇതുപോലെ കെട്ടി നിർത്തും. കയറി ചുറ്റുന്നത്
ചുറ്റി വെക്കുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ലോഡിന്റെ ദൃശ്യം. എലൈറ്റ് അഗ്രോ സ്പെഷ്യാലിറ്റീസ് ഇവിടെയാണ് ലോഡ് ഇറക്കേണ്ടത്. ഇതാണ് ഗോഡൗൺ. നമുക്ക് ഒരു ടാർജറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കമ്പനി വണ്ടി പറഞ്ഞ് ഇറക്കിയിട്ടില്ലായിരുന്നു, ഏഷ്യർ. ഇത് തിരിച്ച് അവർക്ക് റിവേഴ്സ് കയറ്റി കൊടുക്കണം. ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നല്ല വണ്ടി അല്ലേ? അവിടുത്തെ കുറച്ച് ഓൾഡ് സ്റ്റോക്ക് അവർക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അത് ഈ വണ്ടിയിലേക്ക് അവിടുത്തെ സ്റ്റാഫ് കയറ്റി വിട്ടിട്ട് വേണം നമ്മുടെ വണ്ടിയിലുള്ള സാധനം ഇറക്കാൻ. നല്ല വണ്ടി അല്ലേ? കുറിച്ചിയിലെ നമ്മുടെ അൺലോഡിങ് ചേട്ടന്മാരാണ്. ചേട്ടന്റെ പേരെന്തോ? രാകേഷ് എന്നാണ് ഈ ചേട്ടന്റെ പേര്. ചേട്ടന്റെ പേരെന്തോ? രാജപ്പൻ. അപ്പൊ കോമ്പിനേഷൻ ആണ് RR. അടുത്ത ആളുടെ പേരെന്തോ? അനിയൻ ചേട്ടൻ. അപ്പൊ അത് 6 വന്നില്ല. നമ്മുടെ നല്ലവരായ തൊഴിലാളികളാണ് കുറിച്ചിയിലെ. നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടോ? നമ്മുടെ CITU സഖാക്കളാണ്. സഖാക്കൾ അനിയൻ സഖാവ് വരുന്നു. യൂണിയൻ മാത്രമേ ഉള്ളൂ ഇവിടെ. നല്ല ആന തിന്നാനുള്ള വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. നേരെ MC റോഡിലേക്ക് ഇറങ്ങാണ്. നല്ല ഹോട്ടൽ വല്ലതും ഉണ്ടോ തപ്പട്ടെ. നേരം വെളുത്തപ്പോൾ കുറിച്ചി ഔട്ട് പോസ്റ്റിൽ തിരക്ക് കണ്ടോ? ഞായറാഴ്ച കഴിഞ്ഞതിന്റെ തിരക്കാണ്. വർക്കിംഗ് ഡേ കൂടെ ആയതുകൊണ്ട്. ഇത് നമ്മുടെ കുറിച്ചിയിലുള്ളൊരു കടയാണ്. കടയുടെ പേരെന്താ ചേട്ടാ? ഇത് വനിതാ ഹോട്ടൽ അല്ലേ? ഞാനൊരു 2 പൊറോട്ടയും ഒരു കടലക്കറിയും പറഞ്ഞിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഇത് കുറച്ച് ഉള്ളിലോട്ട് കയറി, നമ്മുടെ സിഗ്നലിന്റെ അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറിയ കടയാണ്. അതുകൊണ്ട് പുറത്ത് ഒരു കൗണ്ടർ, പൊറോട്ടയുടെ ഒരു കൗണ്ടർ ഉണ്ട്, ഒരു ഹോട്ടലിന്റെ ബോർഡും ഉണ്ട്. ഇച്ചിരി ഉള്ളിലോട്ട് കയറണം. എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ ഏട്ടാ? കച്ചവടമൊക്കെ ഉണ്ടോ? ഇതേ പൊറോട്ട വന്നു. നല്ല ചൂട് പൊറോട്ട. നല്ല മയമുള്ള പൊറോട്ട. കഴിച്ചിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ. ഇതെനിക്ക് പരിചയമുള്ളൊരു കടയാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അത്യാവശ്യം ബേക്കറിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അൺലോഡിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നു. 2 പൊറോട്ട, ഒരു കടലക്കറി, ഒരു ചായ. നല്ല ടേസ്റ്റായിരുന്നു. അത് ഈ ചെറിയ ചെറിയ കടകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നേരത്തെ ഓൺലൈൻ വേണ്ട എന്നല്ല, എങ്കിലും കുറിച്ചിയിലെ കടകളെയൊക്കെ അവസ്ഥ രാവിലെ ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ടൈമായിട്ട് പോലും വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ കുറിച്ചി ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, കോട്ടയത്തു നിന്ന് കുറിച്ചി പോവുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട് പോസ്റ്റിന് ലെഫ്റ്റ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയം പോവുകയാണെന്നുണ്ടെങ്കിൽ സിഗ്നൽ ഔട്ട് പോസ്റ്റ് സിഗ്നലിന് റൈറ്റ്. ഞാൻ ഇവിടുത്തെ ഐഷർ വണ്ടി എടുത്തപ്പോഴേ സ്വാഭാവികമായിട്ടും ഡ്രൈവർമാർക്കൊക്കെ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വണ്ടി തന്നെ കൈതെളിഞ്ഞ ഒരു ഡ്രൈവർമാർക്ക് മറ്റൊരു വെഹിക്കിൾ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടി കാണും. ഞാനും അങ്ങനെ മടി കാണിച്ചൊരു വ്യക്തിയാണ്. കാര്യം അതിൻ്റെ ഗിയർ സിസ്റ്റം എങ്ങനെയാണ്, അതിൻ്റെ ഹാൻഡ് ബ്രേക്ക് എവിടെയാണ്, എന്തുമാത്രം ക്ലച്ചുണ്ട്, ഇതൊന്നും അറിയാതെ നമ്മൾ ചിലപ്പം മറ്റൊരു വണ്ടി എടുക്കാൻ മടി കാണിക്കും. ഒരു കണക്കിന് നല്ലതാണ്. എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ എടുക്കരുത്. പക്ഷെ മനസ്സ് മടിച്ചൊരിക്കലും എടുക്കാതിരിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സഹായത്തിൻ്റെ ആള് നമ്മളെ വണ്ടി എടുക്കാൻ പറയുമ്പം നമ്മൾ മനസ്സാന്നിധ്യത്തോടു കൂടി തന്നെ ആ വണ്ടി എടുക്കാന്നുള്ളേ ഉള്ളൂ. ഐഷറിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിന്റെ ഒരു ചെറിയ ജെർക്കിങ്സ് ഉണ്ടായിരുന്നെങ്കിലും ആ വണ്ടി മനോഹരമായിട്ട് നമ്മൾ റിവേഴ്സ് ഇട്ടു. പിന്നെ തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ റിവേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടുകയും ചെയ്തു. അപ്പൊ എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി
അത് പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വണ്ടി എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരിക്കലും മടിച്ചു നിൽക്കരുത്, എല്ലാവരും എടുക്കണം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അത്യാവശ്യം കൂടി വരുന്നുണ്ട്. ഞാൻ അങ്ങനെ ആരോടും അഭ്യർത്ഥിക്കാറില്ല. എന്നാന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ബിസിനസ് അല്ല. എനിക്ക് എൻ്റെ കാണാക്കാഴ്ചകൾ, ഞാൻ കാണുന്ന കാണാക്കാഴ്ചകൾ നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുക. എനിക്ക് നിങ്ങളെ എൻ്റെ കൂടെ എത്തിക്കാൻ പറ്റും, പക്ഷെ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന മറ്റു പലരിലേക്കും ഇത് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിച്ചേ പറ്റും. അപ്പം നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ പിന്തുണയ്ക്കുന്നത് എൻ്റെ FB സുഹൃത്തുക്കളാണ്. നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരുപാട് പേര് വാട്സപ്പിനേക്കാളും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 രാജ്യങ്ങളുടെ സപ്പോർട്ടുള്ള 3 രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്ന സൗഹൃദങ്ങളുടെ സപ്പോർട്ടുള്ള കിട്ടുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിനേക്കാളും വലിയ സന്തോഷം. ഒന്ന് നമ്മുടെ മാതൃരാജ്യമാണ് ഇന്ത്യ, 2 UAE ആണ്, 3-മത്തത് നമ്മുടെ കിങ്ഡം ഓഫ് സൗദി അറേബ്യ. ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എൻ്റെ സഹോദരങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട്. UAE എൻ്റെ സിസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, റോഷ്നി സജീഫ് എന്നാണ്. അവിടെ പ്രസ് നടത്തുകയാണ്. അവിടെ ഹസ്ബൻഡും വൈഫും മക്കളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹായ്, അസ്സാം വലൈക്കും. അതുപോലെ തന്നെ എന്നെ ഈ 3 രാജ്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രോത്സാഹനമാണ്. ഞാൻ ഒരുപാട് വീഡിയോസിന്റെ ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്, എഡിറ്റിങ്ങിന്റെ പ്രശ്നമുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ മൊബൈലിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഹെഡ്സെറ്റ്, നമ്മുടെ ഈ ബ്ലൂടൂത്ത് മൈക്രോഫോൺ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ വില കുറഞ്ഞാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു തൃപ്തികരമായ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സഹകരണത്തിന് ഒരുപാട് നന്ദി. അൺലോഡിങ്ങിനിടയിൽ അതിഥിയായി വന്ന മഴ, കൃഷിഭാഗത്തൊക്കെ നല്ല മഴയാണ്. നല്ല മഴ, അനുഗ്രഹമാകട്ടെ മഴ. നമുക്ക് അൺലോഡിങ്ങിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഷെഡുള്ളത് ഞങ്ങൾ ഡ്രൈവർമാർക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇല്ലെങ്കിൽ മഴയുള്ള സമയത്ത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും പടുക നീക്കം ചെയ്യാൻ പറ്റില്ല. കെട്ടഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭാഗികമായി പടുക മടക്കിക്കൊണ്ട് വേണം മഴയത്ത് ഞങ്ങൾക്ക് അൺലോഡിങ് ചെയ്യാൻ. എപ്പം മഴ പെയ്താലും ഈ ഏകദേശം ഒരു 100 കിലോയോളം വെയിറ്റുള്ള ഈ ഒരു നൈലോണിന്റെ പടുക മടക്കുക, നിവർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇതിപ്പോ ഇവിടെ ഇതിന്റെ മുതലാളിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇങ്ങനത്തെ സംവിധാനം ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പടുക മടക്കിയിട്ടിരുന്നു. അതുകൊണ്ട് നമ്മുടെ അൺലോഡിങ് തടസ്സമൊന്നുമില്ല. ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു, അതാണ് ഷട്ടിൽ നിന്ന് ടൂസെറ്റിലേക്ക് മാറിയത്. നമ്മൾ ഈ പടുക മടക്കുന്നതും അതുപോലെ തന്നെ കയറിയിരിക്കുമ്പോഴും ഒക്കെ നന്നായിട്ട് വിയർക്കും. അപ്പം ഒരു വർക്കിംഗ് ഡ്രസ്സ് ഇടുന്നതും നന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഒരുപാട് മുഷിഞ്ഞു പോകും. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നു എന്താണ് ഈ ചാവക്കാടൻ വ്ലോഗ്സ്, അതിൻ്റെ ഒരു വിവരണോടെ തരാം. ചാവക്കാടൻ വ്ലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അറിയാതെ നാവിൻ തുമ്പിൽ വന്ന ഒരു പേരാണ്. അതിനൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയിരുന്നു. അതിനകത്ത് വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ തന്നെ ഒരു 11 സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അതിനിട്ട പേര് മലക്കൻസ് വ്ലോഗ്സ് എന്നായിരുന്നു. ഈ മലക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഫാദറിന്റെ കുടുംബ പേരാണ്. യാദൃശ്ചികമായിട്ട് എനിക്ക് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് ചാവക്കാടൻ എന്നുള്ള പേര് യൂസ് ചെയ്തുകൊണ്ടാണ് മലക്കൻസ് ഒഴിവാക്കി ഈ ചാവക്കാടൻ എന്ന് പറഞ്ഞ ഒരു പേര് നമ്മൾ സ്വീകരിച്ചത്. അതിനകത്തേക്ക് പ്രത്യേകിച്ച് വരവിന്റെ ഉദ്ദേശമൊന്നുമില്ല, പേരിന്റെ വരവിന്റെ ഉദ്ദേശം പ്രത്യേകിച്ചൊന്നുമില്ല. ക്വൈറ്റ് നാച്ചുറലായിട്ട് വന്ന ഒരു പേര് മാത്രമാണ്. ഗൈസ്, നമ്മുടെ അൺലോഡിങ് കഴിഞ്ഞു. നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ സന്തോഷമായിട്ട് നിൽപ്പുണ്ട്. സാധാരണ ഒരു ഇത്ര ടണ്ണ് 12 ടണ്ണാണ് പാസിങ്. ഈ 12 ടണ്ണൊന്നും പെട്ടെന്നൊന്നും ആരും ഇറക്കി തരത്തില്ല. ഒരു 3 മണി 4 മണി ഉച്ചമണി കഴിഞ്ഞിട്ടൊക്കെ ഇറക്കത്തുള്ളൂ. നമ്മുടെ സഹോദരങ്ങൾ നിസാര സമയം കൊണ്ട് എത്ര മണിക്കൂർ എടുത്തു? 2 മണിക്കൂർ കൊണ്ട് വണ്ടി കാലിയാക്കി തന്നു. ഞാൻ ഒന്ന് വണ്ടിയുടെ അടുത്തേക്ക് ഒന്ന് പോവാണ് ഗൈസ്. വണ്ടി കാലിയായതൊന്ന് കാണിക്കാം. കാലിയാക്കി തന്നു. ഏകദേശം നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇനി നമ്മുടെ അടുത്ത ലോഡ് അങ്ങോട്ടാണെന്ന് അറിഞ്ഞതിന് ശേഷം വരാം.
ഓക്കെ ഗെയ്സ് നമ്മുടെ കുറിശ്ശിയിലെ സഖാക്കളാണ് CI2-ന്റെ അൺലോഡിങ് സഹോദരങ്ങളാണ്. അവര് 2 മണിക്കൂർ കൊണ്ട് വണ്ടി കാലിയാക്കി തന്നു. ഒരു ഹായ് പറഞ്ഞേക്ക്. അപ്പം ഓക്കെ ഏട്ടാ, ഒരുപാട് താങ്ക്സ്.